W Center വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ. W Center വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻബിൽഡ് ആണ്. ആദ്യമായി നമ്മുടെ വാട്സപ്പിൽ നിന്ന് എത്ര മെസ്സേജസ് പോയിട്ടുണ്ട്, എത്ര ആക്റ്റീവ് ഡിവൈസസ് ഉണ്ട്, ടോട്ടൽ കോൺടാക്റ്റ് എത്രയാണ്, ടെംപ്ലേറ്റ്സ് എത്രയാണ് ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നമ്മൾ ചെയ്തിട്ടുള്ള റീസെൻറ്റ് ആക്ടിവിറ്റീസ്, ക്വിക്ക് ആക്ഷൻസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇന്നത്തെ സമ്മറി താഴെ കാണാം. ഇനി അടുത്തത് ഡിവൈസ് കണക്ഷനാണ്. നമുക്ക് എത്ര ഡിവൈസസ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ നമുക്കൊരു ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാം. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു ഹൈലൈറ്റ് ആവുന്ന സാധനമാണ്. അതായത് മെസ്സേജ് പ്ലസ് ഇമേജ്, മെസ്സേജ് ഡോക്യുമെൻറ്റ്, മെസ്സേജ് കോൺടാക്റ്റ്, മെസ്സേജ് കോൾ, മെസ്സേജ് ബട്ടൺ. നമുക്ക് ബട്ടൺ മെസ്സേജ് അയക്കാം. ഏതൊക്കെ ടെംപ്ലേറ്റ്സ് വേണോ അതൊക്കെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. CTA ക്രിയേറ്റ് ചെയ്യാം. എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ കോൺടാക്ട്സ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ബൾക്ക് മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്രിയേറ്റ്, ഇവിടെ ഒന്ന് നമ്മുടെ ക്യാമ്പയിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൂടുതൽ നമ്പേഴ്സിന് അത്രയും നമ്പേഴ്സ് നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അത്രയും നമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് ഏത് നമ്പറുകളിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ദെൻ ടെംപ്ലേറ്റ് മെസ്സേജ് ആൻഡ് ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ടെസ്റ്റ് മെസ്സേജ് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെൻഡ് ചെയ്യാം. ഷെഡ്യൂൾ ഫോർ ലേറ്റർ, പിന്നീട് എപ്പോഴത്തേക്കെങ്കിലും വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സെൻഡ് ഇമ്മീഡിയറ്റ്ലി ചൂസ് ചെയ്തു. അതുപോലെ മാക്സിമം റിട്ടേഴ്സ് ടു ഫെയിൽഡ് മെസ്സേജ് വെച്ചാൽ എത്ര തവണ നമ്മൾ റീട്രൈ ചെയ്യണം മെസ്സേജ് ഫെയിൽ ആണെങ്കിൽ അതും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെൻഡ്, ടാസ്ക് കംപ്ലീറ്റഡ്. അതിൽ നമ്മളൊരു നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. സോ ഇതാണ്. ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. ഡ്രാഫ്റ്റ് എത്രയുണ്ട്, പെൻഡിങ് ഉണ്ട്, റണ്ണിങ് എത്രയുണ്ട്, കംപ്ലീറ്റഡ് എത്രയുണ്ട്, സ്റ്റോപ്ഡ് ആയിട്ട് എത്രയുണ്ട്, ഫെയിൽഡ് ആയിട്ട് എത്രയുണ്ട് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ക്യൂവിൽ എത്രയുണ്ട് അതൊക്കെ അവിടെ കാണിക്കും. ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യാം. നമുക്കൊരാൾ ഒരു മെസ്സേജ് വരുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓട്ടോ റിപ്ലൈ ആയിട്ട് സെറ്റ് ചെയ്യും. ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യാം. ചാറ്റ് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100% AI പോലുള്ള ഒരു ചാറ്റ് ബോട്ടൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, നമുക്ക് സാധാരണ ഒരു കോള് വന്നു, ഒരാൾ വിളിച്ചിട്ട് ഈ നമ്മൾ നോർമൽ കോള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു വാട്സപ്പ് കോൾ വരുന്നുണ്ടാവുക. ഈ വാട്സപ്പ് കോള് എല്ലായ്പ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, പലപ്പോഴും മിസ് കോൾ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ആ ഒരു മിസ് കോളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് വേണം, ഞാൻ ഒരു കോളിലാണ്, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള കോൾസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല, ദയവായി മെസ്സേജ് ചെയ്യുക, അങ്ങനെയുള്ളൊക്കെ മെസ്സേജസ് സിസ്റ്റം അങ്ങോട്ട് അയച്ചോളും. നമ്മളതിനെ പറ്റി ടെൻഷൻ ആവേണ്ടില്ല. ദെൻ ലൈവ് ചാറ്റ്, ഗ്രൂപ്പ് ഗ്രാബർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, എല്ലായിടത്തും കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഇതിൽ കണ്ട് ഇതായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇവിടെ കാണിക്കും. കമ്മ്യൂണിറ്റീസ്, ടോട്ടൽ പാർട്ടിസിപ്പൻസ് ഉള്ളത്, അഡ്മിൻ ഗ്രൂപ്പ്സ്, നമ്മുടെ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് അതൊക്കെ കാണിക്കും. ലോഡിംഗ് ആണ്. ലോഡ്. റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും, സെറ്റിങ്സ് എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സാണുള്ളത്. ഗ്രൂപ്പ് ലോഡിംഗ് ആണ്. കുറച്ച് ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ട് ലോഡിങ് ടൈം എടുക്കും, കുറച്ച് ലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത്.